പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സാധാരണ എല്ലാ വീഡിയോയിലും ഞാനും ദിയമ്മോളും ഉണ്ടാവും. ഇത് എന്റെ വീഡിയോ ഇൻട്രോയിൽ ഗൈസ് പപ്പയും അമ്മയാണ്. ബിക്കോസ് ഞാൻ ഇവരെ വെച്ചൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മള് ഇതിനു മുന്നേ ഹൂ നോസ് മീ ബെറ്റർ സംഭവം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് അതിന്റെ ഒരു വേറൊരു വെർഷനാണ് ദിസ് ഓർ ദാറ്റ്. അപ്പം അത് ഇവരെ വെച്ച് തന്നെ ചെയ്യാൻ എനിക്ക് തോന്നി. ഇവർക്ക് എന്നെ എത്രത്തോളം അറിയണം എന്ന് എനിക്ക് ഉണ്ട്. അതുകൊണ്ട് മറ്റേ നമ്മള് ആസ്മി ക്വസ്റ്റ്യൻ എന്താണ് മൂനോസ് ബി മെട്രോ വരത്തെ വലിയ ക്വസ്റ്റ്യൻ അല്ല, ഓർ ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാല് ദൈവന്റെ പല സംഭവങ്ങളും ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരാവും അതെ ഒരു ഐഡിയ ഇല്ല. എന്തായാലും 10-20 ക്വസ്റ്റ്യൻ ഒന്നും അല്ല, അതിലും കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. ക്യാമറമാൻ ക്യാമറവുമൺ ഞാനേ കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞാൻ ടാബില് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിക്കൂല അതല്ല, ഞാൻ ഇവര് നേരത്തെ ഇങ്ങനെ നോക്കി വെച്ചിട്ട് എങ്ങാനും ആലോചിക്കാൻ അധികം സമയം കൊടുക്കില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഈ കൊച്ചു, അത് ഞങ്ങള് കണ്ടിട്ടില്ല. സ്വകാര്യമായിട്ടാണ് ഈ ആൻസർ പറയേണ്ടത്. പെട്ടെന്ന് അലറേഴ്സ് പറയാനൊന്നും പാടില്ല, പോയിന്റ് പോവും. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ സിമ്പിൾ തുടങ്ങാണ്. രണ്ടുപേർക്ക് കിട്ടണ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ തുടങ്ങാണ്. നമ്മൾ വിചാരിക്കും, പക്ഷെ ദേവ് ചിലപ്പോ അത് എന്തുകൊണ്ട് അത് എനിക്കിഷ്ടം എന്നും നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഭയങ്കര സംസാരിക്കണ ഒരു കുട്ടിയാണോ അതോ ആരെങ്കിലും ഇങ്ങനെ ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു കുട്ടിയാണോ? മീൻസ് ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരില്ല, നമുക്ക് പരിചയമുള്ള ഗസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഇരിക്കണ കുട്ടിയാണോ അതോ എന്തൊക്കെ ഉണ്ട് അങ്ങനെ ചോദിക്കണം. ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഒരേപോലെ തന്നെ ഉത്തരം അറിയാം. കാര്യമൊന്നുമില്ല. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ദേവു ഒരു ഇൻട്രോവേർട്ട് ആണ് ഗൈസ്. സത്യം, ആരെങ്കിലും പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ആരോടും മിണ്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളോട് മാത്രമേ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുള്ളൂ. ക്യാമറയോട് പറഞ്ഞാൽ മതി. നിങ്ങളപ്പോ നേരിട്ട് കണ്ടാലും ദേവ് ചിലപ്പോ ഒന്നും വരുത്താനൊന്നും പറയില്ല. നിങ്ങൾ ചോദിച്ചാ പിന്നെ ഞാൻ നല്ലോണം സംസാരിക്കണത് കസിൻസിനോടാണ്. പരിചയമുള്ളവരോട് മാത്രം. അങ്ങനെയല്ല, പരിചയമുള്ളവർ അത്ര അടുത്ത കസിൻസിനോട് തന്നെ അവള് സംസാരിക്കാറില്ല. പിന്നെ അത് കയ്യാണെന്ന 1-2 ആൾക്കാരോട് മാത്രമേ അവള് നന്നായിട്ട് സംസാരിക്കാറുള്ളൂ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഭയങ്കര ബാഡി മീൻസ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കണതാണോ ഇഷ്ടം അതോ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ 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 നിൽക്കണതാണോ ഇഷ്ടം? അത് ക്യൂട്ടായിട്ട് നിൽക്കണം. അതെങ്ങനത്തെയാണ്? ബാഡി പോസ് ആണോ അതോ ക്യൂട്ട് പോസ് ആണോ? ശരിയാണ്, ആറ്റിറ്റ്യൂഡാണ്. എന്റെ മിക്ക ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫോട്ടോയാണ് കാണല്. എന്ത് കുറച്ച് ക്യൂട്ട് മിക്സ് ആവും, കുറച്ച് കൂടുതലും ആറ്റിറ്റ്യൂഡാണ് അതില് ഇടാൻ ഞാൻ ദേവനൊരു ചുവന്ന ചെക്ക് ഷർട്ട് ഉണ്ട്, ഒരു പാന്റും കറുത്ത അത് ഇട്ടിട്ട് ദേവ് ഇതാണ് ദേവന്റെ ആറ്റിറ്റ്യൂഡ്. കഷ്ടത്തിൽ ഇഷ്ടിക വെച്ച് ആ ഷർട്ട് ഇടുന്ന നോർമൽ ആയിട്ടേക്കും, പക്ഷെ ആ ഷർട്ട് അങ്ങ് മേത്ത് കയറി കഴിഞ്ഞാൽ ബോഡി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു മറ്റേ പിക്കാണ് ഗൈസ്. ബ്ലാക്ക് ഒരു ബെൽ ബോട്ടം പാന്റ്. അപ്പൊ നെക്സ്റ്റ് സ്പോർട്സ് ഓർ മ്യൂസിക്?
സിമ്പിൾ. എന്താ ചെവി പറഞ്ഞാ പോലെ. എനിക്കറിയാം. മ്യൂസിക് അപ്പൊ ആണ്. music ആണ്. സ്പോർട്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അങ്ങനെ കളിക്കാൻ ഇറങ്ങുന്ന ആളൊന്നും അല്ല. മൂവീസ് ഓർ കരോക്കെ മീൻസ് ഞാൻ എനിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പാട്ട് പാടി നടക്കാനാണോ ഇഷ്ടം അതോ സിനിമയ്ക്ക് പോകാനാണോ ഇഷ്ടം? കുറച്ച് confusing ആ. എന്നാലും എന്നാലും ഞാൻ പറയണ മൂവി എന്ന് പറയും. മൂവി. ഞാനും മൂവിയാണ്. correct ആണ്. കാരണം കൂടുതൽ സിനിമയ്ക്ക് പോകാനാണ് ദൈവനും എനിക്കും താല്പര്യമുള്ളത്. ഈ സിനിമയ്ക്ക് വീട്ടില് പോകാൻ സിനിമയ്ക്ക് പോകാൻ അറിയപ്പെടുമല്ലോ. താല്പര്യമില്ലാത്ത ഞങ്ങൾ രണ്ടുപേരും അതെ, മാത്രം. ഞങ്ങള് രണ്ടാളും സിനിമാന്റെ ആൾക്കാരെ പോലെ അല്ലാത്തല്ല. അതെ ഞങ്ങക്ക് ഞങ്ങൾ രണ്ടുപേരും അവര് രണ്ടുപേരും ഷോപ്പിങ്ങിന്റെ ആൾക്കാർ, ഞങ്ങളാണ് ഫുഡിന്റെ ആൾക്കാർ. ആ, okay, പക്ഷേ okay. ദിയമോള് ഫുഡിന്റെ ആളാണ്. പറയുമ്പോ പറയണം ദിയമോള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വേഗം തീരുന്നതാണ്. ഗോ ഔട്ട് ഓർ സ്റ്റേ ഇൻ? പുറത്തു പോണതാണോ അതോ വീട്ടിലിരിക്കണതാണോ ഇഷ്ടം? അത് പറഞ്ഞോ. പുറത്തു പോണത്. പുറത്തു പോകണം. ദേവന് വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല. അതെ. പക്ഷെ ചില ടൈമില് എല്ലാവർക്കും അറിയണ question. അല്ല റെയർ ആയിട്ട് എനിക്ക് ചില ടൈമിൽ എനിക്ക് വീട്ടിലിരിക്കാൻ തോന്നും കേട്ടോ. അതാണെങ്കിൽ അടിയിട്ടുമ്പോഴോ അല്ലെങ്കിൽ അതെ, ചീറ്റിട്ടുമ്പോഴൊക്കെ മൂടില്ലാത്തപ്പോഴാണ്. മൂടില്ലാത്ത അതെ ചില ടൈമിൽ. പക്ഷെ മെജോറിറ്റി എനിക്ക് പുറത്തു പോകാൻ പുറത്തു പോവാണ്. ഓക്കെ. ഇനി അങ്ങനെ സിമ്പിൾ എന്ന് പറയാൻ പറ്റൂല, എന്നാലും കിട്ടുമായിരിക്കും. ഓക്കെ. ബീച്ച് ഓർ വാട്ടർഫോൾ? എനിക്കറിയാം. വാട്ടർഫോളോ? വെള്ളച്ചാട്ടം. നമ്മള് സിനിമ ഞാൻ വാട്ടർഫോള് പറയുന്നു. ആണോ? ആ. എന്താ വെച്ചാ ഞാൻ ബീച്ചിൽ അങ്ങനെ ഇറങ്ങലില്ല guys. അഥവാ നമ്മള് മൂകാംബിക ഇല്ലേ, മൂകാംബിക ദിയമോളാണെങ്കിൽ പോയപ്പോ ഞങ്ങൾ പറഞ്ഞിരുന്നു ബീച്ച്. മൂകാംബിക പോയപ്പോ ഇവരെല്ലാരും ബീച്ചിൽ ഇറങ്ങിയപ്പോ ഞാൻ ബീച്ചിൽ ഇറങ്ങാതെ ഇങ്ങനെ നിന്ന്. കാരണം എനിക്ക് കാലില് മണ്ണാവണത് ഇഷ്ടമല്ല. പിന്നെ കഴുകണം, തുടക്കണം, ഭയങ്കര പരി- ആ അടുത്തത് ഡിന്നർ ഓർ ബ്രഞ്ച്? ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് കഴിക്കുന്നതാണോ ഡിന്നർ കഴിക്കാൻ പോകുന്നതാണോ ഇഷ്ടം? പുറത്തു പോയി ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് ബ്രഞ്ചില്ലേ, ആ ബ്രഞ്ച് കഴിക്കണതാണോ അതോ ഡിന്നർ കഴിക്കണതാണോ ഇഷ്ടം. ആ മീൻസ് പുറത്ത് പോയിട്ട് അതൊക്കെ സംശയമൊന്നുമില്ല. ഡിന്നർ ഡിന്നർ പുറത്ത് പോയി കഴിക്കണമെന്ന് ദൈവം അതെ അതെ ഇഷ്ടം. എന്നും പുറത്തു പോയി കഴിക്കുന്നത് അത്ര ഇഷ്ടമാണ്. അത് എപ്പ നിങ്ങൾ വിചാരിക്കും ബ്രേക്ക്ഫാസ്റ്റും ദൈവം വേണ്ട, പക്ഷെ അത് ദൈവം നിർബന്ധമാണ്. അതും പോരായിട്ട് ബ്രഞ്ച് എന്ന് പറയുന്ന സാധനം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഇടയിലുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും, ലഞ്ച് കഴിക്കും, ദേവ് എന്നിട്ട് ബ്രഞ്ചും കഴിക്കും. എന്നിട്ട് ലഞ്ചിനും ഡിന്നറിനും ഇടയിൽ ദേവ് എന്താ പറയുക ലഞ്ചറും കഴിക്കും. ലഞ്ചർ അതും കഴിക്കും. അപ്പൊ അത് അങ്ങനെയാണ്. അതങ്ങനെയാണ്. ഓക്കെ. നെക്സ്റ്റും ഒരു സിമ്പിൾ ബണ്ണാണ്. കോഫി ഓർ ഐസ്ക്രീം? കോഫിയോ ഐസ്ക്രീം കഴിക്കണ കോഫി ആയിരിക്കും. കാരണം സ്റ്റാർബക്സിലൊക്കെ പോയിട്ട് ഇടയ്ക്ക് കോഫി ഒക്കെ കുടിക്കണം. ഇവിടെ വീട്ടിലത്തെ കാര്യമാണോ പറയണേ? നമ്മള് പുറത്തൊക്കെ ഐസ്ക്രീമാണ്. കോഫി അങ്ങനെ കുടിക്കാറില്ല. സ്റ്റാർബക്സ് പോകുമ്പോ നോർമലി പുറത്ത് പോകുമ്പോ ദേവ് ഏത് മാളിൽ ചെന്നാലും ഫസ്റ്റ് കപ്പയിലോ സ്റ്റാർബക്സിലോ പോയി കോഫി കുടിക്കാറില്ല. ദേവ് ഇവിടുന്ന് പുറത്ത് പോയിട്ട് എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് ഇപ്പൊ അടുത്തൊന്നും പറഞ്ഞ ഓർമ്മ എന്റെ ഇല്ല. ദേവ് അങ്ങനെ കഴിച്ചതിന്റെ ഓർമ്മയിലും ഇല്ല, ഒരു ബ്ലോഗിലും ഇല്ല. ഇല്ല, ഇനി പിന്നെന്താണ് ദേവ് പറഞ്ഞത് എനിക്കറിയില്ല. ഐസ്ക്രീം പാർലർ പോവാണെങ്കിലും ഇവിടെ മന്തി കിട്ടുമെന്നേ അല്ലെങ്കിൽ ഷവർമ അങ്ങനത്തെ സാധനങ്ങൾ ദേവ് കഴിക്കുള്ളൂ. ചോദിക്കാറുള്ളൂ. എന്റെ ഒരു ഓർമ്മയിൽ ഈ ഒരു അടുത്ത വർഷങ്ങളൊന്നും ദേവ് ഐസ്ക്രീം കഴിച്ചതിന്റെ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ബ്ലോഗിലും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ എനിക്കൊന്നും അല്ല ഐസ്ക്രീം കഴിക്കാൻ പൂർത്തിയായിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ല ഞാന് ഇങ്ങനെ അവിൽമിൽക്കിനൊക്കെ മുകളിൽ ഐസ്ക്രീം ഉണ്ടാവല്ലോ അങ്ങനെ. ഇന്നലെ അവിൽമിൽക്ക് വാങ്ങിയപ്പോ പോലും ദേവ് ഓക്കേ, പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് ഫെസ്റ്റിവൽ ഓർ നൈറ്റ് മാർക്കറ്റ്? എന്നുവെച്ചാൽ നമ്മള് മറ്റേ ഫെസ്റ്റിവൽ ഇല്ലേ, പാട്ട് ഉത്സവം അങ്ങനത്തതാണോ അതോ നൈറ്റ് മാർക്കറ്റ്? കാർണിവലൊക്കെ പോലല്ലോ അതെ ഫെസ്റ്റിവൽ ഇല്ല, ഫെസ്റ്റിവൽ ഞാൻ പറയുന്നത് ഫെസ്റ്റിവൽ ആണ്. കാർണിവൽ. അടുത്തത് നമ്മൾ ഇത്രയും നേരം എന്നെ എയറിലാക്കിക്കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. റെസ്റ്റോറന്റ് ഓർ കഫേ? റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ്. ദിയമോളുണ്ട് കേട്ടോ, ദിയമോൾ കടയിൽ നിന്ന് കയറി വന്നതാ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനെ സിറ്റി ഓർ നേച്ചർ? സിറ്റിയിലോട്ടോട് നോക്കിയിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സിറ്റി. സിറ്റി പോയി സിറ്റിയാണ്. സിറ്റി. ഇവര് ഭയങ്കര സ്കോറിംഗ് ആണ് ഗൈസ്. ആ ഇത് കുറച്ച് രണ്ട് ഓറുണ്ട്.
ഫ്രണ്ടും കൂടെ എന്തെങ്കിലും കഴിക്കാനോ കഴിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാന് പൈസ കൊടുക്കണതാണോ ഓള് പൈസ കൊടുക്കണതാണോ അതോ 50-50 ആണോ ഇഷ്ടം? ഞാൻ പറയുന്നത് ഇവർക്ക് പൈസ കൊടുക്കാനാണ് ഇഷ്ടം. പേര് ഞാൻ പറയണം. പൈസ അങ്ങനെ അധികം അവസരം കിട്ടില്ല. എപ്പോഴും കൊടുക്കുമ്പോൾ ചെലവാക്കും. അതെ, അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കുന്ന ഇഷ്ടമല്ല. ഇനി കുറച്ച് സൂപ്പർ പവേഴ്സ് ആണ്. സൂപ്പർ പവേഴ്സ്, സൂപ്പർ ഹിയറിംഗ്. നല്ല കേൾവി ഉണ്ടാവണതാണോ അതോ നല്ല സ്മെല്ലടിക്കാനുള്ള ഇത് ഉണ്ടാവണതാണോ എനിക്കിഷ്ടം? പവർ, സൂപ്പർ പവർ, ഒരു സൂപ്പർ കിട്ടിയാൽ. അപ്പൊ സ്മെൽ അല്ല, സ്മെല്ലല്ല, കേൾക്കാനോ? സ്മെല്ല് അല്ലെങ്കിൽ എനിക്കുണ്ട്, ആവശ്യത്തിന് അധികം ഉണ്ട്. എനിക്ക് ആദ്യത്തെ അറിവാണ് കേട്ടോ. അല്ല, കേൾക്കൂല. കാരണം ഞാൻ പറയട്ടെ, അടുത്തിപ്പോ ഒരു കുട്ടി ഇതിനെ പറ്റി കുറ്റം പറയാന്ന് വിചാരിച്ചോ, എനിക്ക് കേൾക്കണം. ഇവിടെ ഇരുന്നിട്ട് നല്ല സൂപ്പർ പവർ എനിക്ക് കേൾക്കണം, എന്താണ് ഇതിനെ പറ്റി പറയണത്. കേൾക്കണം എന്നുള്ള നല്ല ആഗ്രഹമാണോ? നമുക്ക് കേൾക്കണുണ്ടോ? കേൾക്കണം ആഗ്രഹം, ഒരു സൂപ്പർ പവർ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ. ടോക്ക് ടു ആനിമൽസ് ഓർ ട്രാവൽ ഇൻ ടു എ സ്റ്റോറി ബുക്ക്. ആനിമൽസിനോട് സംസാരിക്കാനാണോ ഇഷ്ടം അതോ ഒരു സ്റ്റോറി ബുക്ക്? ശ്രദ്ധിച്ച് കേട്ടോ, സ്റ്റോറി ബുക്കിക്ക് മീൻസ് അതിലൂടെ ട്രാവൽ ചെയ്യാനാണോ? വളത്തിലേക്ക് ചെറുതായിരിക്കും പഠിക്കുക, പക്ഷെ ബുക്കൊന്നും വായിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. സ്റ്റോറി ബുക്കിലെ സ്റ്റോറി ബുക്ക് തന്നെയാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഡോറയില് ഓള് ബുക്ക് വായിക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഒട്ടോള് ചാടുന്നുണ്ട്, ചാടുമ്പോൾ ആ കഥയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എപ്പിസോഡാണ്. അങ്ങനെയാണ്. ജുമാൻജി ഒക്കെ വായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ്. ഏബിൾ ടു റീഡ് മൈൻഡ് ഓർ ഇൻവിസിബിൾ വെനെവർ യു വാണ്ട്. മറ്റുള്ളവരെ മൈൻഡ് റീഡ് ചെയ്യാനാണോ ഇഷ്ടം അതോ തോന്നുന്ന സമയത്ത് നമുക്ക് ഇൻവിസിബിൾ ആവാനാണോ? ഞാൻ പറയുന്നത് മൈൻഡിലോട്ട് മൈൻഡ് റീഡ് ചെയ്യാൻ. ഇൻവിസിബിൾ ആണ് ഞാൻ പറയുന്നത്. നോർമലി അത് ടിപ്പിക്കലി എല്ലാ കുട്ടികളും പറയുന്ന സാധനമാണ് അദൃശ്യനാവാൻ കഴിഞ്ഞെങ്കിൽ. ഇൻവിസിബിൾ ആണ്. ഇൻവിസിബിൾ. എന്നിട്ട് എന്താ അറിയോ നമ്മളെ നാട്ടിലുള്ളത്, എന്താ ബോർഡ് എക്സാമിന് പേപ്പർ ഉണ്ടാക്കണ സ്ഥലത്ത് പോയിട്ട് നോക്കണം, പേപ്പർ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് എന്നിട്ട് എഴുതിയെടുക്കണം. നമ്മളെ കാണൂലല്ലോ, പിന്നെന്താ മൈൻഡ് റീഡ് അതാണ് മെയിൻ ഉദ്ദേശം. മെയിൻ ഉദ്ദേശം. ഇപ്പത്തെ ഉദ്ദേശം അതാ, 10ാം ക്ലാസ്. ഇപ്പൊ അതെ, 10ാം എങ്ങനെ എക്സാം എഴുതും? ഇൻവിസിബിൾ ആയിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. അല്ല, വേറെ വെനെവർ യു വാണ്ട്, നമുക്ക് തോന്നുന്ന സമയത്ത് ഇൻവിസിബിൾ ആവാം. അതാണ് എന്തായാലും എക്സാം എഴുതുന്നതിന്റെ ഇടയിൽ ആവാൻ പറ്റില്ലല്ലോ. അല്ല, അതിന് മുന്നേ പേപ്പർ നോക്കി അതിന് പഠിച്ചു പോവാനും പഠിക്കണ്ടേ? നല്ലത് മൈൻഡ് റീഡ് ചെയ്തിട്ട് ഒരാളെ മെമ്മറിയുള്ള സാധനം. ഇപ്പൊ ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ ഓന എന്തായാലും എഴുതുന്ന സമയത്ത് ആ ഉത്തരമായിരിക്കുമല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവനെ മൈൻഡ് റീഡ് ചെയ്യുമ്പോൾ സുഖമായിട്ട് അപ്പൊ ഒന്നും പഠിക്കൊന്നും വേണ്ട, നേരെ പോയിരുന്ന എഴുതി പോയത്. ഇൻവിസിബിൾ അല്ലേ, തൊട്ട് മുന്നിലിരിക്കണ ഒരു പഠിപ്പിയാണ്. അത് പറ്റില്ല, കാരണം എക്സാം എഴുതുന്ന സമയത്ത് ഇൻവിസിബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഇറക്കി വിടുമല്ലോ. അത് സമ്മതിക്കൂലല്ലോ ഈ ഒരു കുട്ടിയോടല്ലേ. അപ്പൊ നമ്മളെ ഇത് സൂപ്പർ പവർ കഴിഞ്ഞു. അടുത്തത് നോർമൽ ആയിട്ടുള്ളതാണ്, എന്നാലും ഞാൻ പറയാൻ ഇങ്ങോട്ട് നോക്കണ്. ഞാൻ എക്സാം എഴുതി നോക്കി. ഫുഡാണ്. പിസ്സ ഓർ പാസ്ത? ക്രീമി ആയിട്ടുള്ള നമ്മളെന്താ അറിയാം, എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. പക്ഷെ ദേവ് രണ്ടാമത് ഡയലോഗ് പറഞ്ഞു പിസ്സ ഓർ പാസ്ത. നല്ല ക്രീമി ആയിട്ടില്ല, നമുക്ക് അതെ നല്ല ക്രീമി. തന്നെ എനിക്ക് മനസ്സിലായി ക്രീമി ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം. ഫുഡിന്റെ ഏകദേശം ചേട്ടായിക്ക് അറിയാം, കാരണം അങ്ങനത്തെ ഫുഡൊക്കെ ചേട്ടായി മേടിച്ചു കൊടുക്കുന്നത്. ഓക്കെ. റീഡിങ് ഓർ റൈറ്റിംഗ്? എനിക്ക് വായിക്കാനാണോ കൂടുതൽ ഇഷ്ടം? ബുക്കുകളൊക്കെ വായിക്കാനാണോ ഇഷ്ടം അതോ എഴുതാനാണോ ഇഷ്ടം? മീൻസ് സ്കൂളിൽ വായിക്കാനല്ല, ഞാൻ റൈറ്റിംഗ് ഒന്നത്തെ മൂഡ് നമുക്ക് കണ്ട എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ
എനിക്ക് കുറെ സ്റ്റിക്കി നോട്ടിൽ ഞാൻ അങ്ങനെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ ക്രിഞ്ചാണ് പക്ഷെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് 9 ലാസ്റ്റ് 10 തുടങ്ങിയപ്പോ ഞാൻ പറിച്ചാണ്. എന്തിനാ വെറുതെ നമ്മളെ ഫീലിങ്സ് എല്ലാരും അറിയിക്കേണ്ട ആവശ്യം, ഉള്ളിൽ കൊണ്ട് നടന്നാ പോരെ, വെറുതെ കാണിക്കാനും വേണ്ടിട്ട്. ഞാൻ പിന്നെ എന്റെ ഫ്രണ്ടിനെ പറ്റി അതാണ് എന്റെ ഫ്രണ്ടിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറിച്ചു കളഞ്ഞിട്ടില്ല. ഇതേതാ ഫ്രണ്ട്? ഹൈഫ. ഇത് ഞാൻ എന്ന് എഴുതി വെച്ചറിയാം. ഞാൻ ഓൾറെഡി കമ്പനി ആയെന്ന് എഴുതി വെച്ചതാ. ഒരു വർഷമായി. കാഫിറോ? അറിയാം. ഓക്കെ. നെക്സ്റ്റ് സർക്കസ് ഓർ മാജിക് ഷോ? മാജിക് ഷോ. ശരിയാ, സർക്കസ് മാജിക് ഷോ. മാജിക് ഷോ. അതില് ഞാൻ എന്ത് ചെറിയപ്പം ഈ എന്റെ അപ്പുറത്ത് എത്ര കണ്ടാൽ അപ്പൊ ഓൾമോസ്റ്റ് ഞങ്ങള് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു. തെറ്റിയത് 1-2 തെറ്റിയത് ഭയങ്കര റയറാണ്. 1-2 കണ്ട് ഞങ്ങള് തെറ്റിച്ച് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ പക്ഷെ കൂനോസ്ട്രി ബെറ്ററിലൊക്കെ മിക്കവാറും തെറ്റിച്ചാണ് പറഞ്ഞിട്ടുള്ളത് തോന്നുന്നു. ആരാ കൂനോസ്ട്രി ബെറ്ററിൽ കറക്റ്റ് ആക്കി? പപ്പയോ അല്ല അമ്മയാണ് കറക്റ്റ് ആക്കി? അപ്പൊ തോന്നുന്നു പപ്പയാണ് മിക്ക കറക്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ സ്കോറൊന്നും നമ്മള് കൗണ്ട് ചെയ്തിട്ടില്ല. സ്കോറൊന്നുമില്ല. നിങ്ങള് മൊത്തത്തില് വീഡിയോ കാണുമ്പോ മനസ്സിലാവാ എന്താണ് എങ്ങനെയാന്നുള്ളത്. കൂടുതൽ ഇങ്ങനത്തെ ഏതെങ്കിലും ചാനൽസ് നിങ്ങൾക്ക് ചെയ്ത് കാണണം താല്പര്യം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.